ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഹൗ ടു ബഡ്ജറ്റ് എ ഫാമിലി എഫിഷ്യൻ്റ്ലി. ഒരു ഫാമിലിയിലെ ബഡ്ജറ്റ് എഫിഷ്യൻ്റായിട്ട് നമുക്കെങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പം ബഡ്ജറ്റ് എന്നാൽ നമ്മുടെ ഫാമിലിയിലെ മൊത്തം ഫാമിലി വരുമാനവും ഫാമിലിയിലെ ചെലവുകളും ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന രീതിയാണ് ഫാമിലി ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം എൻഷുർ ദാറ്റ് നമ്മൾ അത് ഇത് ചെയ്യുക, ഇൻകത്തിൽ ഒതുങ്ങി ജീവിക്കുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് കടക്കണിയിലൊന്നും വീഴാതെ വളരെ സന്തോഷകരമായി ജീവിക്കുന്നതിനുള്ള ഒരു ചിട്ടയായ ജീവിത രീതിയാണ്. അപ്പം എഫിഷ്യൻ്റ് ഫാമിലി ബഡ്ജറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് ഇൻഫോർമൽ ഫിനാൻഷ്യൽ ഡിസിഷൻ. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിഷനാണ്. നമുക്ക് ഒരു ഇത്ര വരുമാനമുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് ഇത്രേ ചിലവാക്കത്തുള്ളൂ എന്ന് ഒരു ഡിസിപ്ലിൻഡ് നമ്മളൊരു തീരുമാനം എടുത്ത് ജീവിക്കുന്ന രീതിയാണ് എഫിഷ്യൻ്റ് ഫാമിലി ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മളെ ഫാമിലീസ് ടോട്ടൽ ഇൻകം, ഫാമിലിയിലെ മൊത്ത വരുമാനം. ഫാമിലിയിൽ നമ്മൾ എത്ര പേരാണ് ഫാമിലി മെമ്പേഴ്സ് ലിവിങ് ടുഗദർ ആണെങ്കിൽ അവരുടെ എല്ലാം, അതാണ് വീട്ടിലെ മൊത്ത വരുമാനം എന്ന് പറയുന്നത്. അതിപ്പം സാലറി ആവാം, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകളാവാം, മറ്റുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കാണാം, പല രീതിയിലുള്ള വരുമാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യണം. അപ്പോൾ മൊത്തം ഇൻകം, ഫാമിലി ഇൻകം മൊത്തം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സ്പെൻസസ് നമ്മൾ നമുക്ക് ഇതിൽ നിന്നും എത്ര ചിലവഴിക്കണം. ഈ എക്സ്പെൻസസിനെ തന്നെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ചെയ്യാം. ഫിക്സ്ഡുമുണ്ട്, വേരിയബിളായിട്ടുള്ള എക്സ്പെൻസസും ഉണ്ട്. ഫിക്സ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് എന്തായാലും ചിലവാക്കിയേ പറ്റത്തുള്ളൂ. ഹൗസിങ് ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ ലോൺ അടയ്ക്കണം, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന് ഇത് ചെയ്യണം, പിന്നെ അല്ലാത്തുള്ള ലോണുകളുണ്ടെങ്കിൽ അത് മന്ത്ലി ഒരു നിശ്ചിത ഇത് വരും. ഇതിന് ഇങ്ങനെയൊക്കെയുള്ള ചിലവിനാണ് ഫിക്സ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. വേരിയബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് അതിൽ വേരിയേഷൻസ് വരാം. ട്രാൻസ്പോർട്ടേഷൻ വരാം, ഫുഡ് ഐറ്റംസിന് അതിന് എക്സ്പെൻസ് ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസസ് അത് സ്ലൈറ്റ്ലി അപ്പ് കൂടിയും കുറഞ്ഞുമൊക്കെ വരാം. അപ്പോൾ ഇത് വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയും. അതുകൂടാതെ നമുക്ക് ചില ഫിനാൻഷ്യൽ ഗോൾസുകൾ കാണും. സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് കൊച്ചു നമ്മൾ നീട്ടി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഹോളിഡേക്ക് പോകാനാ, അത് ഷോർട്ട് ടൈം ഗോൾസുകൾ കാണും, ലോങ് ടൈം ഗോളുകളും ഉണ്ട്. അപ്പം നമ്മൾ പൈസ ഈ വരുമാനത്തിൽ നിന്ന് നമ്മൾ കുറേശ്ശെ മാറ്റി വെച്ച് ചിലപ്പം കുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റി പഠനത്തിനോ അല്ലെങ്കിൽ ഇത് റിട്ടയർമെൻ്റ് ആകുമ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതിന്, സേഫായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കുന്നതിന് കുറച്ച് ശേഖരിച്ച് ഭാവിയിലേക്ക് ശേഖരിച്ചു, അങ്ങനെയൊക്കെയുള്ള ലോങ് ടൈം ഗോളുകളുമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മളെ ബഡ്ജറ്റ് എഫിഷ്യൻ്റ് ആണോ ഇല്ലോ എന്ന് പരിശോധിക്കണം. അപ്പം അതിന് റിവ്യൂ അത്യാവശ്യമാണ്. ഒരു മാസത്തിലൊരിക്കുകയോ 3 മാസത്തിലൊരിക്കുകയോ അത് റിവ്യൂ ചെയ്യണം. നിങ്ങളുടെ ഇൻകത്തിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, ചിലവുകൾ കൂടാൻ, അപ്പോൾ അത് റിവ്യൂ ചെയ്തിട്ട് അത് അനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് ചിട്ടപ്പെടുത്തണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങളെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചിട്ടയായിട്ട് അടുക്കും ചിട്ടയായിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ലൈഫിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് ബഡ്ജറ്റ് ഫോളോ അപ്പ് ചെയ്യുന്നതിന് ഇച്ചിരി ഡിസിപ്ലിനൊക്കെ വേണം. അപ്പം നമ്മൾ ടെംപ്റ്റേഷൻസൊക്കെ വന്ന് എന്തെങ്കിലും ആവശ്യമില്ലാത്തൊക്കെ കാണുമ്പോൾ അത് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളതിൽ ബഡ്ജറ്റിൽ ഒതുങ്ങാതെ വരും. അപ്പം നമ്മൾ പിന്നെ കടത്തിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത. നമ്മൾ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്. അപ്പോൾ ഇത് റെഗുലർ ഇവാലുവേഷനൊക്കെ കഴിഞ്ഞ് വരവും ചിലവുമൊക്കെ എല്ലാം കൃത്യമായിട്ടൊക്കെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. വരുമാനം
അതിന് അനുസരണമായിട്ടാണോ നമ്മൾ, അല്ലെങ്കിൽ വരുമാനം കൂടിയ അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞ എന്തെങ്കിലും നമ്മളിതിൽ ചിലത് കട്ട് ഡൗൺ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം ഫിനാൻഷ്യൽ ഈ ഡിസിപ്ലിൻഡായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ നമുക്ക് സേവിങ്സ് കൂടും, നമുക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസകൾ കിട്ടും. ഇതുപോലെ നല്ല വെൽ മാനേജ്ഡ് ബഡ്ജറ്റ് ഒരു പവർഫുൾ ടൂളാണ്. അത് ഫാമിലിയെ വളരെ സുരക്ഷിതമായിട്ടും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിനും കൂടെ ഒരു നല്ല രീതിയിൽ ഈ ഡിസിപ്ലിൻഡ് ലൈഫ് നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന എക്സ്പെൻസസിനും കൂടെ മുന്നേ കൂട്ടി നമ്മൾ കരുതലോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ്. സോ അപ്പോൾ ഈ വീഡിയോ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ ഇതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ നൗ.